ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ശുശ്രൂഷ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും നിത്യനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ വിശുദ്ധ ഞായറാഴ്ചക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ദൈവികമായ സാന്നിധ്യമായും വചനമായും അനുഗ്രഹമായും നീ ഞങ്ങളുടെ മേൽ നൽകുന്ന സ്നേഹത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഒരുമിച്ച് ദേവാലയത്തിൽ കൂടുവാൻ ഇന്നത്തെ സാഹചര്യങ്ങൾ ഞങ്ങളെ അനുവദിക്കുന്നില്ല എങ്കിലും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഈ സന്ദർഭത്തെ നീ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. ശ്രമിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവം അവിടുത്തെ അനുഗ്രഹമായും വചനത്തിൻ്റെ സാന്നിധ്യമായും കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണം പിതാവേ. 261 പാട്ട് നമുക്ക് കാണാം. 261 പാട്ട്. എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതി പാതകളിൽ നടത്തുന്നു.
യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. കൂരിരുളിൽ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഒന്നാമത്തെ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചും അപ്പം മുറുക്കിയും പ്രാർത്ഥന കഴിച്ചും തോന്നി. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവായി എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം മുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊടുക്കുന്നു. രണ്ടാമത്തെ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകും. ഈ സദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്നവർ ഗ്രഹിച്ചില്ല. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും ഞാൻ പുറത്ത് പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ആമേൻ. വേദഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് ഒരുമിച്ച് ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിക്കപ്പെട്ട് കന്യകമറിയയിൽ ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടം അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചതിൽ നിന്ന് എഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ കുടുംബമെന്ന വിശുദ്ധ ക്രിസ്തീയ സഭയും പാപമോചനം ശരീരത്തിൻ്റെ പുനരുത്ഥാനം നിത്യജീവനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനഭാഗമായെടുത്തിരിക്കുന്നത് വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം. അതിൽ നിന്നൊരു വാക്യം ആവർത്തിച്ച് ഞാൻ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. കർത്താവായ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവജനമാകുന്ന നമ്മെ നോക്കി നമ്മുടെ ജീവിതം എന്തായിത്തീരണം അല്ലെങ്കിൽ എന്താകണം എന്നുള്ളതിനെ കുറിച്ച് കർത്താവായ യേശു പറഞ്ഞ
പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം, ഒരു വാക്യമാണ് ഇത്. നമുക്ക് ജീവൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, ആ ജീവിതത്തിൽ, ആ ജീവനിൽ നമുക്ക് സമൃദ്ധിയും ഉണ്ടാകും. ഇവിടെ യേശു പറയുന്നത് ദൈവികമായ, ആത്മീകമായ ജീവന്റെ സമൃദ്ധിയാണ്. ആ സമൃദ്ധി ഭൗതികമായ ജീവിതത്തിലും നമുക്ക് നന്മയായി വ്യാപരിക്കപ്പെടുന്ന ഒരു നന്മയാണ്. നമുക്ക് ജീവൻ ഉണ്ടായാൽ മാത്രം പോരാ, അതിൽ സമൃദ്ധി ഉണ്ടാകണം. ഇവിടെ പറഞ്ഞ സമൃദ്ധി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, അത് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകപ്പെടുന്ന ആത്മീകമായ സമൃദ്ധിയാണ്. ഈ ആത്മീകമായ സമൃദ്ധി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ ഭൗതികമായ ജീവിതത്തിലും സമ്പന്നനും സമൃദ്ധിയുള്ളവനും ആയി തീരും എന്നും ദൈവം നമ്മെ പഠിപ്പിക്കും. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കും. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഈ സമൃദ്ധി, നമ്മുടെ ജീവിതങ്ങളിൽ സമൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി ഇന്നത്തെ വായന ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 3 കാര്യങ്ങൾ മാത്രം നമുക്ക് ചിന്തിക്കാം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സമൃദ്ധി കടന്നു വരുന്നത്? അതിന് ഒന്നാമത്തെ കാര്യം വായിച്ചു കേട്ട അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം ഓർക്കുകയും പോകുന്നു. അപ്പൊ നമ്മുടെ ജീവിതങ്ങളിൽ സമൃദ്ധി ഉണ്ടാകുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ളത് ഉപദേശമായോ പ്രസംഗമായോ പഠിപ്പിക്കലായോ നമ്മുടെ അടുക്കലെത്തുന്നത് നമ്മൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും ഗ്രഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരനുഭവം നമുക്ക് ഉണ്ടാകും. അത് ദൈവികമായ കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ ആരാധനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു നന്മയാണ്. അല്ലാതെ ലഭിക്കുമെങ്കിലും നാം കൂടി വരുമ്പോഴൊക്കെയും നമുക്ക് ലഭിക്കുന്ന ഒരു നന്മ എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നിന്നുള്ള ഉപദേശങ്ങൾ കേൾക്കുക എന്നതാണ്. അത് കേട്ട് ശ്രദ്ധിക്കുന്നവരുണ്ട്, കേട്ട് കളയുന്നവരുണ്ട്. കർത്താവായ യേശു വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞതുപോലെ അത് ഗ്രഹിക്കുന്നവരുണ്ട്, കേട്ട് മറക്കുന്നവരുണ്ട്. നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഉൾക്കൊള്ളുന്നവരുണ്ട്. അവർക്ക് അത് വളർന്ന് ജീവനായും സമൃദ്ധിയായിട്ടും ഒക്കെ വ്യാപരിക്കുമെന്ന് കർത്താവ് ആ ഉദാഹരണത്തിൽ പറഞ്ഞു. അപ്പൊ നമ്മുടെ ജീവിതങ്ങളിൽ ഉപദേശം കേൾക്കുക, വചനം കേൾക്കുകയും ആ ദൈവികമായ വചനം നമ്മുടെ ജീവിതത്തിൽ അനുസരണമായി ഭവിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സമൃദ്ധിയാണ്. അവിടെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇതിനു വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നന്മയാണ് കൂട്ടായ്മ ആചരിക്കുക അല്ലെങ്കിൽ ആരാധന അനുഭവിക്കുക എന്ന് പറയുന്നത്. അത് ദേവാലയത്തിലാകാം, ഭവനത്തിലാകാം. എങ്കിലും ദൈവജനത്തിന് നൽകിയിരിക്കുന്ന സമൃദ്ധിയുടെ ഒരു ഭാഗം എന്നുള്ളതോ ദൈവം നൽകിയിരിക്കുന്ന ഒരു ഘടകമാണ് വചനത്തിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക, ദൈവികമായ കൂട്ടായ്മ ആചരിക്കുകയും സാക്രമെന്റ് അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാക്കുന്ന ഒരു അനുഗ്രഹമാണ്. രണ്ടാമതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യം, അവിടെ പറഞ്ഞ പ്രകാരമാണ് അപ്പോസ്തലന്മാരാ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അവിടെ നടക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഉള്ള വിടുതലാണ്. ഈ അവസ്ഥകൾ മനുഷ്യന്റെ ജീവിതത്തിലെ സമൃദ്ധിയെ ഭാരപ്പെടുത്താറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവീകമായ അത്ഭുതങ്ങളായും അടയാളങ്ങളായും നമുക്ക് വരുന്നതിന് ദൈവം വചനമായി നമ്മളിൽ വരുമ്പോഴാണ് അത് നമുക്ക് അനുഭവമായിട്ട് തീരുന്നത്. അത് നമ്മുടെ ജീവിതങ്ങളിൽ സമൃദ്ധിയാണ്. എത്ര തന്നെ നന്മ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിത ഭാരങ്ങൾ പലപ്പോഴും നമ്മെ ക്ലേശപ്പെടുത്താറുണ്ട്. നാം വചനത്തിൽ സമ്പന്നരാകുമ്പോഴോ ദൈവികമായ കൂട്ടായ്മയിൽ ആരാധനയിൽ സമ്പന്നരാകുമ്പോഴോ കർത്താവ് കൽപ്പിച്ചതുപോലെ നാം സാക്രമെന്റിൽ വിശ്വസ്തയോടെ പങ്കുള്ളവരാകുമ്പോഴുമൊക്കെയാണ് ദൈവം നമ്മുടെ മേൽ അത്ഭുതങ്ങളായും അടയാളങ്ങളായും അനുഗ്രഹങ്ങളായും ദൈവം നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു സമൃദ്ധിയാണ്. ഇത് ദൈവം തരുന്ന, ദൈവത്തിങ്കിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു സമൃദ്ധിയാണ്.
ഇനി മൂന്നാമത് അവിടെ പറയുന്നത് 43-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു. അത് ജീവിതത്തിന്റെ മറ്റൊരു സമൃദ്ധിയാണ്. ഒരു സഭയാകുന്നത്, ഒരു ഭവനമാകുന്നത്, ഒരു രാജ്യമാകുന്നത്, ഒരു സമൂഹമാകുന്നത് ഒരുമിച്ചിരിക്കുമ്പോഴാണ് അവിടെ സമൃദ്ധി എന്ന് പറയുന്നത്. യേശു പറഞ്ഞല്ലോ, ഒരു രാജ്യം തന്നിൽ തന്നെ ചിന്തിച്ചാൽ അതിന് നിലനിൽപ്പില്ല, അതിന് സമൃദ്ധിയില്ല, അതിന് വളർച്ചയില്ല, നന്മയില്ല. അപ്പൊ വിശ്വസിച്ചവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുമിച്ചിരിക്കുക. കൂട്ടായ്മ ആചരിക്കുന്നതിന് വേണ്ടിയല്ല, ജീവിതത്തിൽ ഒന്നായിരിക്കുക എന്ന് പറയുന്നത് സമൃദ്ധിയാണ്. ഒരു ഭവനത്തിനകത്ത് ദൈവമക്കളുടെ ഭവനമായാലും അല്ല എങ്കിലും ഒരുമിച്ച് ജീവിക്കുക, സുഖവും ദുഃഖവും ഒരുമിച്ച് പങ്കുവെക്കുക എന്നുള്ള ഒരു അനുഭവം ഇല്ല എങ്കിൽ അവിടെ സമൃദ്ധി ഉണ്ടാവുക. മനുഷ്യരെങ്ങനെ ജീവിച്ചു പോകും എന്നുള്ളതല്ലാതെ ഒരു സമൃദ്ധി ഉണ്ടാവുകയില്ല. സുഖമായാലും ദുഃഖമായാലും ഒരുമിച്ചിരുന്ന് പങ്കുവെക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ഒരു ഭാഗം. എന്തെല്ലാം നന്മകൾ നമുക്കുണ്ടായെങ്കിലും ഉണ്ടായാലും ശരി, ഒരു മനസ്സോ ഒരു കൂട്ടായ്മ യേശു ക്രിസ്തു ആകുന്ന തലയിൽ കർത്താവിൻ്റെ വിവിധ അവയവങ്ങളായി സഭയായി പണിഞ്ഞിരിക്കുന്ന നാം ഒരുമിച്ചായിരിക്കുന്നില്ല എന്ന് വരികിൽ അവിടെ സമൃദ്ധി ഉണ്ടാവുകയില്ല, അവിടെ സമ്പന്നത ഉണ്ടാവുകയില്ല, അവിടെ സമാധാനവും ഉണ്ടാവുകയില്ല. ഒരുമിച്ച് വസിക്കുമ്പോഴാണ് അവിടെ അനുഗ്രഹം ഉണ്ടാകുന്നത്, ഒരു ശക്തിയായി തീരുന്നത്, ഒരു അനുഗ്രഹമായിട്ട് തീരുന്നത്. കർത്താവിൻ്റെ സഭയുടെയും ഘടക അനുഭവം എന്ന് പറയുന്നത് മറ്റൊന്നല്ല. കർത്താവിൻ്റെ സഭയെ കുറിച്ച് വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയോട് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു എന്നാണ്. അത് തളർച്ചയുടെയും തകർച്ചയുടെയും ഒക്കെ ഒരു അടയാളമാണ്. ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് ഇവിടെ സമൃദ്ധിയുടെ, അനുഗ്രഹത്തിൻ്റെ, ആശീർവാദത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നാം ആയിരിക്കുന്ന ജീവിതങ്ങളിൽ, നമ്മുടെ സഭകളുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ, നമ്മുടെ വ്യക്തി സമൂഹ ജീവിതങ്ങളിലൊക്കെയും നമുക്ക് ആകേണ്ടുന്നത് ഈ ഒരു നന്മയാണ്. ഒരുമിച്ച് വസിക്കുമ്പോൾ നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സമൂഹം ഉണ്ടാകുന്നു. സന്തോഷം വരുമ്പോൾ പങ്കുവെക്കുവാൻ ഒരു സമൂഹം ഉണ്ടാകുന്നു. ദൈവികമായ സന്നിധിയിൽ ഒരുമിച്ച് ചേരുമ്പോൾ, മുഖാമുഖം കാണുമ്പോൾ അത് സന്തോഷമാകുന്നു. കർത്താവിൻ്റെ മക്കൾ ഒരുമിച്ചിരിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. കർത്താവായ യേശുവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥനയിൽ യേശു ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വാക്ക് ഇപ്രകാരമാണ്: ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്നാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ സഭ പിതാവും പുത്രനും എത്രത്തോളം ബന്ധമുള്ളതായിരിക്കുന്നുവോ അതുപോലെ കർത്താവിൻ്റെ ജനവും ഒരുമിച്ചായിരിക്കണമെന്ന് കർത്താവ് അവിടെ യേശു ക്രിസ്തു അവിടെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്കങ്ങനെ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അത് ഒരു സമൃദ്ധിയാണ്. കർത്താവായ യേശു നമ്മുടെ മേൽ തരും എന്ന് പറഞ്ഞ സമൃദ്ധിയുടെ ജീവൻ എന്ന് പറയുന്നത് അവിടെ പലപ്പോഴും പല സഭകളിലും ഈ ഒരു നന്മ ഇല്ലാതെ വരുന്നു. അത് ദൈവികമായ അനുഗ്രഹമല്ല, വളർച്ചയുടെയോ സമൃദ്ധിയുടെയോ അനുഭവമല്ല, മറിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് പറഞ്ഞ വാഗ്ദാനം ഇതാണ്: ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ സമൃദ്ധി ഉണ്ടോ എന്ന് ആലോചിക്കുക. ജീവനുണ്ട്, പക്ഷേ സമൃദ്ധി ഉണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. സമൃദ്ധി ഉണ്ടാകുന്നതിന് ഭൗതികമായ വഴികളല്ല നമുക്ക് ആവശ്യം. നമുക്ക് ഒന്നാമത് ആവശ്യം കർത്താവായ യേശു നമുക്ക് തരുന്ന വഴികളാണ്, വചനങ്ങളാണ്, കൂട്ടായ്മയാണ്. അതിന് നാം ചിന്തിച്ച കാര്യം ഒന്ന്, ദൈവികമായ കൂട്ടായ്മ ആചരിക്കുക, സാക്രമെന്റിൽ പങ്കുള്ളവരാവുക. അപ്പോഴാകുന്ന ദൈവികമായ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ മേൽ വരുന്നത്. നാം ദൈവസന്നിധിയിൽ ഒരുമിച്ച് വസിക്കുമ്പോഴാണ് ഈ സമൃദ്ധി നമുക്ക് ഉണ്ടാകുന്നത്. നാം ഈ നന്മ അനുഭവിക്കുന്നവരും പങ്കുവെക്കുന്നവരുമായിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് വാഗ്ദാനം ചെയ്ത സമൃദ്ധിയുടെ അവകാശവും നമുക്ക് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൻ്റെ അവകാശികളായി തീരുവാൻ പറ്റുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ അനുഗ്രഹിച്ച് സൂക്ഷിക്കുമാറാകട്ടെ. 612 പാട്ട് നമുക്ക് പാടാം. 612 പാട്ട്.
വലിയവനായ പിതാവേ, ഞങ്ങൾക്ക് അങ്ങ് നൽകിയ വചനത്തിനായി കർത്താവേ, ഭവനങ്ങളിലായിരുന്ന് ഞങ്ങൾക്ക് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തന്ന മനസ്സൊരുക്കത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഈ സമയം ലോകത്തെമ്പാടും നാനാരോഗങ്ങളാൽ വൈറസിന്റെ ഭീതി മൂലവും ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ഉറ്റവർ നഷ്ടപ്പെട്ട് അവരെ ഓർത്ത് വിലപിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ആതുര സേവന രംഗങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തെയും ഞങ്ങളുടെ സംസ്ഥാനത്തെയും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കുമാറാകണമേ. അന്നു വേണ്ടുന്ന എല്ലാ നന്മകളും നിന്റെ മക്കളുടെ മേൽ ദാനവും സ്നേഹവും അനുഗ്രഹമായി നൽകി യേശുവെ അവിടുന്ന് സൂക്ഷിക്കുകയും അവിടുത്തെ ലോകത്തോടും ലോകത്തിൽ നിന്റെ മക്കളുടെ മേലും മനസ്സരൂപകരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. വാർദ്ധക്യ സഹിതമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ അടിപ്പിണരുകളാൽ അവിടുന്ന് സൗഖ്യവും ബലവും അനുഗ്രഹവും നൽകി സൂക്ഷിക്കുമാറാകണമേ. എല്ലാ ഭവനങ്ങളിലും ദൈവികമായ സന്തോഷവും സമാധാനവും നൽകുന്നത അവിടുന്ന് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകണമേ. വിദേശങ്ങളിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, വിദേശങ്ങളിൽ പാർക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരവിടെ അനുഗ്രഹത്തോടെ പരിപാലിക്കപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ. നാട്ടിലായിരിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. ദൂരസ്ഥലങ്ങളിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. നാട്ടിൽ വരുവാൻ ഉള്ള ശ്രമങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകണം. ഞങ്ങളുടെ ദേശത്തെ ആശീർവദിക്കുമാറാകണമേ. നാഥാ, മനുഷ്യ ജീവിതം സാധാരണഗതിയിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടി അവിടുന്ന് കരുണ നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും എൻ്റെ ഓരോ മക്കളെയും നീ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണം പിതാവേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദോഷത്തിൽ നിന്ന് ഞങ്ങളോട് വെക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നീങ്ങുന്നതല്ലോ. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഇവിടുത്തെ പുത്രനാം യേശു മിശിഹായുടെ കൃപയും ദൈവാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നിങ്ങളോടും നിങ്ങളായിരിക്കുന്ന കുടുംബങ്ങളോടും ജീവിതങ്ങളോടും വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന എല്ലാ പ്രിയമുള്ളവരോടും ദേശത്തോടും കൂടെ ഇരുന്ന് കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സമാധാനം.